നിന്റെ ശബ്ദത്താൽ ഭൂമി കുലുങ്ങി പാറ പൊളിഞ്ഞു, സൂര്യൻ ഇരുണ്ടുപോയി, തീക്കൽപ്പാറകൾ പൊട്ടിച്ചിതറി. ദേവാലയത്തിലെ തിരശ്ശീലാടി മുതൽ മുടി വരെ കീറി. അഗ്നിമയന്മാർ അന്ധാളിച്ചു, ആത്മമയന്മാർ വിറച്ചു. സഹചാരികൾ പരിഭ്രമിച്ചു, ദൂതന്മാർ വിസ്മയിച്ചു, ക്രൂബേന്മാർ വിറച്ചു. കർത്താവ് മരത്തിന്മേൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് ശ്രോപ്പേന്മാർ ചൂളിപ്പോയി. സൃഷ്ടാവിന്റെ നഗ്നത കാണാതിരിക്കാൻ സൂര്യൻ രശ്മികൾ മറച്ചു കളഞ്ഞു. നിത്യപ്രകാശമായവൻ മരത്തിന്മേൽ തൂക്കപ്പെട്ടത് കാണുകയാൽ അന്ധകാരമുണ്ടായി. ശിഷ്യന്മാർ ഓടി ഒളിക്കുന്നു, സ്നേഹിതന്മാർ ചിന്നിച്ചിതറുന്നു. ബ്രഖ്യായുടെ പുത്ര, ഉണർന്നെഴുന്നേൽക്കുക. ഇടയൻ അടിയേറ്റു, അവന്റെ ആടുകൾ ചിതറിപ്പോയി എന്ന ദീർഘദർശനമിതാ നിറവേറിയിരിക്കുന്നു. അഗ്നിമയന്മാരെവിടെ? അഗ്നിജ്വാല ധരിച്ചവർ എവിടെ? മിഖായേലേ, നിന്റെ വൈരാഗ്യം എവിടെ? സൂറിയാക്കാരുടെ ആയിരങ്ങളെ കൊല ചെയ്ത നിന്റെ വാളെവിടെ? ദൂതന്മാരുടെ തലവനായ ഗബ്രിയേലേ, നിന്റെ ഉഗ്രത എവിടെ? ശിഷ്യന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ശക്തി പൂണ്ട് ധൈര്യത്തോടെ ഒന്നിച്ചു കൂടുവിൻ. ഇന്ന് ഗുരു അടിയേൽക്കുന്നെങ്കിലും ദീർഘദർശിതനെ കുറിച്ച് പറഞ്ഞ പ്രകാരം ഞായറാഴ്ച താൻ ഉയർത്തെഴുന്നേൽക്കും. ശീമോനെ, നീ എവിടെ പോകുന്നു? യോഹന്നാനെ, നീ എവിടേക്ക് ഓടുന്നു? ബർത്തുൽമായെ, നീ എവിടേക്ക് ഓടി ഒളിക്കുന്നു? തോമായെ, നീ എവിടേക്ക് മാറുന്നു? ഫിലിപ്പോസേ, നീ എവിടേക്ക് അകലുന്നു? അന്ത്രയോസേ, നീ എന്തിന് ദുഃഖിക്കുന്നു? ലാവി, നീ എന്തിന് കരയുന്നു? ശിഷ്യന്മാരെ, ചിതറിപ്പോകാനായിട്ട് വെമ്പരുതേ. ഇന്ന് നിങ്ങൾ ഓടിപ്പോയാലും ഞായറാഴ്ച നിങ്ങൾ ഒന്നിച്ചുകൂടും. ഇന്ന് ഭയത്താൽ ഒളിക്കുന്നതിനുള്ള ഓട്ടമാണ്, ഞായറാഴ്ച ആനന്ദത്തിനുള്ള കൂട്ടമാണ്. ഇന്ന് ഭയവും വിറയിലും അത്രേ, ഞായറാഴ്ച സന്തോഷവും ആനന്ദവും. നിങ്ങളുടെ ഗുരു ശവക്കല്ലറയിൽ നിന്ന് ജീവിച്ചെഴുന്നേറ്റു എന്ന് കേൾക്കുമ്പോൾ ദൂതന്മാർ ദുഃഖിച്ച് വിലപിക്കും. ഇത് നിമിത്തം ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, നിന്റെ രക്ഷാകരമായ ഈ പീഡാനുഭവ നാളിൽ ഞങ്ങളെ കഷ്ടതയില്ലാത്തവരും ഉപദ്രവം അനുഭവിക്കാത്തവരുമാക്കി തീർക്കണമേ.